ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ഫിഖ് പാർട്ട് 19. വുളൂഇന്റെ സുന്നത്തുകളെ കുറിച്ചാണ് പരാമർശം. തുടങ്ങുമ്പോഴുള്ള 5 സുന്നത്തുകൾ നാം വിശദീകരിച്ചു. 6ാമത്തെ സുന്നത്ത് വസ്ലുൽ കഫൈനി മഅൽ കൂഅൈനി, 2 മുൻകൈകൾ മണിബന്ധം ഉൾപ്പെടെ ഒന്നിച്ചു കഴുകലാണ്. കൈകൾ കഴുകുമ്പോൾ മോതിരം ധരിച്ച് വെള്ളം ചേരാത്ത ഭാഗമുണ്ടെങ്കിൽ മോതിരം ഇളക്കി വെള്ളം ചേർക്കേണ്ടത് സുന്നത്ത് ലഭിക്കുന്നതിന് അനിവാര്യമാണ്. അതുപോലെ നഖത്തിന്റെ അടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ വല്ലതും തടസ്സങ്ങളുണ്ടെങ്കിലും ഈ സുന്നത്ത് ലഭിക്കാതെ പോകും. ഇപ്പോൾ 6 സുന്നത്തുകൾ നാം പറഞ്ഞു. ആകെ വുളൂവിന് 6 ഫർളുകളാണുള്ളത്. പക്ഷേ തുടക്കത്തിൽ തന്നെ 6 സുന്നത്തുകൾ നാം പരാമർശിച്ചു. ഇതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഓരോ ഫർളിനും ശക്തി പകരാൻ, ആ ഫർളിന്റെ പ്രഭ വർദ്ധിക്കാൻ ധാരാളം സുന്നത്തുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നലെ തസ്കിയയിൽ പറഞ്ഞത്, ഹാഫിദ് അലാ സുനനിൻ വ ആദാബിൻ അത്തദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മായുത്തലബു ഫിൽ ഫമി വൽ അൻഫി, വായ, മൂക്ക് എന്നീ അവയവങ്ങളിൽ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതിൽ 1ാമത്തത് അഥവാ മൊത്തം 7ാമത്തത് അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിർ റബ്ബി. മിസ്വാക്ക് ചെയ്യുക എന്നത് വായക്ക് ശുദ്ധീകരണമാണ്, റബ്ബിന് പൊരുത്തമുള്ളതുമാണ്. അള്ളാഹുവിന് തൃപ്തി നേടാനുള്ളൊരു വഴിയാണ് മിസ്വാക്ക് ചെയ്യുക. വായക്ക് ശുചിത്വമുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വലിയ ശ്രേഷ്ഠ ഇബാദത്താണ് മിസ്വാക്ക് എന്ന് ആ ഹദീസ് തന്നെ നമ്മെ തെര്യപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസ്, വലൗല അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളൂഇൻ. എൻ്റെ സമുദായത്തിന് ഞാൻ പ്രയാസമായി കാണുന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളൂഇന്റെ അവസരത്തിലും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ അവരോട് നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ സമുദായത്തോടുള്ള സ്നേഹമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാ സമയത്തും ഇങ്ങനെ മിസ്വാക്ക് ചെയ്യുക എന്നത് പ്രയാസകരമായിട്ട് കണ്ടതുകൊണ്ട് അവിടുന്ന് നമ്മോട് നിർബന്ധമായി കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹദീസിനോട് നാം പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? നിരന്തരമായി എല്ലാ വുളൂഇന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യുക തന്നെ. മറ്റൊരു ഹദീസിൽ, വലൗല അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി സ്വലാത്തിൻ. എൻ്റെ സമുദായത്തിന് ഞാൻ പ്രയാസമായി കാണുന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരവേളയിലും ഞാൻ മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ വുളൂഇന് എടുത്താൽ മാത്രം പോരാ, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതും വലിയ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസ്, വറകഅതാനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റകഅതൻ ബിലാ സിവാക്കിൻ. മിസ്വാക്ക് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കൽ മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. മാഷാ അല്ലാഹ്. ഈ പതിവ് കേരളീയർക്കില്ല എന്നതാണ് ദുഃഖകരമായ ഒരു വസ്തുത. ചില ബിദ്അത്തുകാർ ഇത് പതിവാക്കിയിട്ടുണ്ട്. ഇത്തരം സുന്നത്തുകൾ നാം പതിവാക്കാൻ ശ്രമിക്കണം. നമ്മുടെ കയ്യിൽ ഒരു അറാക്കിന്റെ കൊള്ളിയുണ്ടെങ്കിൽ കാര്യം നടക്കും. പക്ഷേ കേരളീയരെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറേ പേസ്റ്റും ധാരാളം വെള്ളവും ഉണ്ടെങ്കിലേ പല്ലുതേപ്പ് നടക്കൂ എന്നാണ് ധരിച്ചു വച്ചിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. എപ്പോഴും പല്ല് തേക്കുന്നൊരു മുഅ്മിനാണെങ്കിൽ പല്ലിൽ വൃത്തികേടുണ്ടാവില്ല. അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആറാക്കി കൊണ്ടൊന്ന് പല്ല് ഉരസിക്കഴിഞ്ഞാൽ ആ സുന്നത്ത് ലഭിക്കുകയാണ്. മിസ്വാക്ക് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ ചെയ്യാതെ 70 റക്അത്തിനേക്കാൾ മഹത്വം കിട്ടുമെന്ന് പറയുമ്പോൾ എത്ര ശ്രേഷ്ഠമാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. പലപ്പോഴും നമ്മളൊക്കെ ദിവസം
2 നേരം മാത്രമേ പല്ല് തേക്കാറുള്ളൂ. ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും മറ്റൊന്ന് കിടക്കാൻ പോകുന്ന സമയത്തും. അതുതന്നെ നല്ല കാര്യം. എന്നാൽ നിരവധി തവണ മിസ്വാക്ക് ചെയ്യൽ മുഅക്കദായ സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വുളു എടുക്കുന്ന ഈ സമയം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുൻകൈകൾ കഴുകും മുമ്പ് നമ്മൾ പല്ല് തേക്കുന്നുവെങ്കിൽ അത് വുളുവിന്റെ സുന്നത്തായ മിസ്വാക്കായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. 2 മുൻകൈകൾ കഴുകിയതിന് ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്ന സുന്നത്ത് ചെയ്യും മുമ്പ് ഈ 2നെയും ഇടയ്ക്ക് തന്നെ മിസ്വാക്ക് ചെയ്യുമ്പോഴാണ് വുളുവിന്റെ സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വായ വൃത്തികേടായിരിക്കും. ആ വൃത്തികേട് നീക്കാൻ വേണ്ടി ആ നിയ്യത്ത് വെച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്താൽ അതിന് സ്പെഷ്യൽ വേറെ കൂലി കിട്ടും. അതിനുശേഷം വുളു ആരംഭിച്ചു കഴിഞ്ഞാൽ മുൻകൈകൾ കഴുകിയിട്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്ന സുന്നത്തിന് മുമ്പായിട്ട് ഒന്നുകൂടെ മിസ്വാക്ക് ചെയ്യുക. എന്നാൽ വുളുവിന് സുന്നത്തും കിട്ടും. വുളുവിന് സുന്നത്ത് കിട്ടണമെങ്കിൽ ഈ ക്രമം പാലിച്ചേ മതിയാകൂ. ശ്രദ്ധിക്കാതെ പോകുന്ന, വെറുതെ നഷ്ടമായി പോകുന്നൊരു വലിയ സുന്നത്താണ് ഈ മിസ്വാക്ക് ചെയ്യുക എന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേട്ട മുഴുവൻ ആളുകളും ഇനി തീരുമാനിക്കുക, എപ്പോൾ വുളു ചെയ്യുകയാണെങ്കിലും ഞാൻ മിസ്വാക്ക് ചെയ്തേ വുളു എടുക്കൂ എന്ന്. ഒരു ബ്രഷ് കൈകൊണ്ട് നടക്കാൻ പ്രയാസമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, നിരവധി കാർഡുകളുണ്ട്, പേനയുണ്ട്, ചീർപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു മിസ്വാക്ക് കൈപിടിക്കാൻ എന്ത് പ്രയാസമുള്ളത്? പ്രത്യേകിച്ച് സഹോദരിമാരാകുമ്പോൾ ഒരു ഹാൻഡ് ബാഗ് അവർക്ക് നിർബന്ധമാണല്ലോ. അപ്പം ആകയാൽ മിസ്വാക്ക് നമ്മുടെ കൂടപ്പിറപ്പാവട്ടെ. ഈ സമയങ്ങളിലൊക്കെ മിസ്വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മിസ്വാക്ക് സുന്നത്തായ നിരവധി സമയങ്ങൾ വേറെയുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.